അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ ഏറെ വ്യാപകമായി ആഘോഷിക്കപ്പെടുന്ന ഒരു ആഘോഷമാണല്ലോ ഓണം. അതിനെക്കുറിച്ച് പലരും സംശയം ഉന്നയിക്കാറുണ്ട്. അത് മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കൽ അനുവദനീയമാണോ? അതുപോലെ മറ്റുള്ള മതസ്ഥരുടെ ആഘോഷങ്ങളായി അറിയപ്പെടുന്ന ആഘോഷങ്ങളെക്കുറിച്ചും ഇതുപോലെ സംശയം പലരും ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള സൗഹാർദ്ദത്തിനും സഹവർത്തിത്വത്തിനും വലിയ സ്ഥാനമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ വിശ്വാസപരമായ അതിരുകൾ കാത്തുസൂക്ഷിക്കുക എന്നത് അതിലും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഇവിടെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നതും അവരോട് സൗഹാർദ്ദപരമായി ഇടപെടുന്നതും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുന്നത്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫതാവൽ കുബ്രയിൽ പറയുന്നു, ഇൻ ഫഅല ദാലിക ബിഖസ്ദി തശബ്ബുഹി ബിഹിം ഫീ ശിആരിൽ കുഫ്രി കഫറ ഖത്അ. അഥവാ അവരുടെ മതപരമായ കുഫ്രിൻ്റെ ചിഹ്നങ്ങളെ അനുകരിക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരാൾ അങ്ങനെ ചെയ്താൽ അവൻ കാഫിറാകുന്നതാണ്. എന്നാൽ അതിനുശേഷം മഹാനവറുകൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നു. ഔ ഫി ഷിആരിൽ ഈദി മാ ഖത്ഇൻ നളരി അനിൽ കുഫ്രി ലം യക്ഫുർ വലാകിന്നഹു യഅ്സം. എന്നാൽ കുഫ്റിൻ്റെ കാര്യം മാറ്റിവെച്ച് അവരുടെ മതപരമായ ആഘോഷത്തിൻ്റെ പ്രത്യേക ചിഹ്നത്തെ അനുകരിക്കുകയാണ് ഉദ്ദേശമെങ്കിൽ അവൻ കാഫിറാകില്ല, എങ്കിലും അത് കാരണം പാപിയാകും. അതിനുശേഷം മഹാനവറുകൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. വ ഇല്ലം യഖ്സിദ് തശബ്ബുഹ ബിഹിം അസ്ലം വറഅസ ഫലാ ശൈഅ അലൈഹി. അവരെ അനുകരിക്കണമെന്ന ഉദ്ദേശം ഒട്ടും ഇല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഒന്നുമില്ല. ഇവിടെ ഉദ്ദേശ്യം, ഖസ്ദ് എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം മറ്റൊരു മതവിഭാഗത്തോട് നല്ല പെരുമാറ്റം കാണിക്കുന്നത്, അയൽക്കാരനോട് സ്നേഹത്തോടെ ഇടപെടുന്നത്, അവൻ്റെ ആവശ്യത്തിൽ സഹായിക്കുന്നത് തുടങ്ങിയവയെ മതപരമായ ആഘോഷത്തിൽ പങ്കുചേരുന്നതുമായി കൂട്ടിക്കലർത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരു ജനതയെ അനുകരിക്കുന്നവൻ അവരിൽപ്പെട്ടവനാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ മറ്റു മതങ്ങളുടെ പ്രത്യേക മതചിഹ്നങ്ങളും ആഘോഷ രീതികളും അനുകരിക്കുന്നതിൽ നിന്ന് മുസ്ലിമീങ്ങളെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓണം ഒരു സാമൂഹിക ആഘോഷം എന്ന നിലയിൽ കാണുന്നതും അതിൻ്റെ മതപരമായ പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും അംഗീകരിച്ച് അതിൽ പങ്കെടുക്കുന്നതും ഒരുപോലെയല്ല. ഒരു മുസ്ലിം തൻ്റെ അഖീദയും മതപരമായ വ്യക്തിത്വവും സംരക്ഷിക്കണം. നമുക്ക് മറ്റുള്ളവരോട് സൗഹാർദ്ദം പുലർത്താം, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം, അയൽബന്ധം കാത്തുസൂക്ഷിക്കണം, ആവശ്യക്കാരെ സഹായിക്കണം, സ്നേഹവും മാനവികതയും പ്രകടിപ്പിക്കണം. പക്ഷേ മതപരമായ പ്രത്യേകതയുള്ള ആഘോഷങ്ങളെയും ആചാരങ്ങളെയും നമ്മുടെ ആഘോഷങ്ങളായി സ്വീകരിക്കുന്നതിൽ നിന്ന് നാം വിട്ടുനിൽക്കണം. ഇതാണ് ഒരു മുസ്ലിമിൻ്റെ വിശ്വാസപരമായ ജാഗ്രതയും വ്യക്തിത്വ സംരക്ഷണവും. അതിനാൽ ഓണത്തിൻ്റെ കാലത്ത് നമ്മുടെ നിലപാട് വൈരത്തിൻ്റേതോ അവഹേളനത്തിൻ്റേതോ ആകരുത്. അതേസമയം നമ്മുടെ മതപരമായ അതിരുകൾ മറക്കുന്ന തരത്തിലുള്ള അനുകരണവും ആകരുത്. സൗഹാർദ്ദം വേണം, പക്ഷേ വിശ്വാസത്തിൻ്റെ വില കൊടുത്തുകൊണ്ടല്ല. സഹവർത്തിത്വം വേണം, പക്ഷേ മതപരമായ വ്യക്തിത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നമ്മുടെ ഈമാനും അഖീദയും സംരക്ഷിച്ച് എല്ലാവരോടും നല്ല സ്വഭാവത്തോടെ ജീവിക്കുന്നവരാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.